അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങളെല്ലാവരും കണ്ട പോലെ എല്ലാ ഗ്രൂപ്പുകളിലും വൈറലായിട്ടുണ്ട് ഉസ്താദ് കടിച്ച വീഡിയോ. അങ്ങനെ ഇത് ഒറ്റപ്പെട്ട സംഭവം എന്തുമല്ല. ഞാൻ ഉസ്താദ് കടിക്കിടാറ് അങ്ങനെ ഒരു 2, 3, 4 ചർച്ചയോട് ഗ്രൂപ്പുകളിൽ അങ്ങനെ ആക്കണു ഇങ്ങനെ ആക്കണു ഉസ്സമാർക്ക് ശമ്പളക്കുറവടി അങ്ങ് മക്കബടി പാട്ടാറ് എല്ലാം ബേജാറാക്കിടാറ്. ചിലപ്പോൾ ഈ ബേജാറാക്കട ആൾമാറായിട്ടേക്കു ഫസ്റ്റ് വന്നിട്ട് ഉസ്താദ് കടിക്കറോ. അതുകൊണ്ട് ഈ അടിച്ച ഉസ്താദ് ഒന്ന് അടിച്ചോണ്ടുള്ളൂ ടൈം നോക്കണം, ഒന്ന് തിന്നോണ്ടിരിക്കും വചന വായിലിക്കുമ്പോഴാണ് അടിച്ചോ. ആ ഉസ്താദ് ഒന്നും പ്രതികരിക്കാണ്ട് മുണ്ടതിച്ചത് ഉസ്താദയുടെ ഭാഗത്തിൽ തപ്പില്ലാണ്ടല്ല ചൊല്ലോ. ചിലപ്പോൾ ഉസ്താദ് അടിച്ചിട്ടിക്കൂ അവനെന്തൊരു ആക്കിരാണ്ട് കേൾക്കാണ്ടെ അവനെന്തൊരു ഉപദ്രാക്കിരാണ്ട് കേൾക്കാണ്ടെ ഉസ്താദിലെ വിശദീകരണ സമാധാനത്തിൽ വന്ന് കേൾക്കാണ്ടെ ഒരു ഉസ്താദ് തിന്നോണ്ടുണ്ട്. ആ തിന്നൊരു ടൈമിലോട്ട് ഒരു ഫ്രീ വിട്ടിട്ടു പിന്നെ വിട്ട് കേട്ടിട്ട് അടിക്കൂടത് വേറെ വിഷയം. കണ്ടിട്ട് ഭയങ്കര ബേജാറായിത്തീരുന്നെങ്കിൽ എല്ലാവർക്കും ബേജാറായതുപോലെ കാല് ചർച്ചയ്ക്ക് മാത്രം ആസ്പദാക്കാണ്ട എന്തിനാവട്ട് വലിയൊരു പരിഹാരം കാണുന്നു. പിന്നെ അടിച്ചോണു ചൊല്ല വിളക്കണാണ് ജയിലിൽ തെച്ചോണു ജയിലിൽ ദൈക്കോ റെഡിയില്ലാണ്ടാണ് അവನು ജയിലിൽ ദൈക്കട്ട് അല്ല ജയിലിൽ എതിരാൻ്റെ മുന്നിൽ ദച്ചിട്ടിക്കട്ട് അതല്ല വിഷയ. ഇന്ന് അവൻ്റെ അവസ്ഥ എന്തായിട്ട് ഞങ്ങൾക്ക് എത്രയുമോ അനുഭവം ഉണ്ട്. മൂടബിദ്രി ഭാഗത്തിൽ ഒരു ഉസ്താദ് ഒരാൾ താടി പിടിച്ചിട്ട് വന്നിട്ട് താടി പിടിച്ചിട്ട് ബെതറിക്കിട്ട് പോയ ആള് എത്രമാ വലിയ പൈസക്കാരായിട്ടിന്നാൽ ഇപ്പോൾ കുടുങ്ങിയിട്ടാണുള്ളൂ. മക്കൾക്ക് പൊതുവണ്ടില്ല, മക്കൾക്ക് ഉഷാറില്ല, വയസ്സുകെത്തിയോ ആണുള്ള പെണ്ണുള്ള ആൾ പൊതു വന്നുകൊണ്ടില്ലേ. പൊതു വന്നെങ്കും നിങ്ങളുടെ സ്വഭാവമേ കാലക്രമേണ ഒരു ബുദ്ധിമാന്തി ആയതുപോലെ ഒരു ബുദ്ധി കുറവ് പോലെയാണ് നിങ്ങളെ പ്രവർത്തനമെല്ലാം കണ്ടുകൊണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ അവസ്ഥ എന്തോ ചൊന്നെങ്കിൽ ആ അടിച്ച ആളുടെ ഇപ്പോൾ ഉസ്സരയിൽ കാൽ പിടിച്ചിട്ട് മാഫ് കേക്കട്ട് ಅಥವಾ ഉസ്സറൗത്ത് ഇടീ അയാളുടെ ലൈഫ് ലോങ് ഫുഡ് കൊടുക്കട്ട് ചിലവെല്ലാം കൊടുക്കട്ട് അയാളുടെ പ്രതികാരം അയാൾ എത്ര പൊരുത്തപ്പെട്ടെങ്കും അള്ളാഹു തആല അയാളുടെ വെറുതെ വിടലാണ്ടാണ് ഇതിൽ മനസ്സിലാവുള്ളൂ. കാരണം എത്രമാ അനുഭവം ഉണ്ട് ഞങ്ങൾക്ക്. അല്ല നബി തങ്ങ ചൊന്നില്ല ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ, 2 അയക്കപ്പെട്ടൊരു മുഅല്ലിമായിട്ടാണ്. അപ്പോൾ ഒരു മുഅല്ലിമുകു ബേജാറായെങ്കിൽ അത് നബി തങ്ങാണ് ബേജാറാവിടും, നബി തങ്ങു ബേജാറായെങ്കിൽ അത് അള്ളാഹുവാണ് ബേജാറാവിടും. അപ്പോൾ ഉസ്താദ് എത്ര പൊരുത്തപ്പെട്ട് കൊടുത്തെങ്കും അതുക്കുള്ള പരിണിത ഫല അയാളുടെ കൈ ഹലാക്കായി പോവും, അല്ലെങ്കിൽ അയാളുടെ മക്കളെ മക്കവും അല്ലെങ്കിൽ അയാളുടെ മക്കളെ മക്കവും അങ്ങനെ ഏതാവട്ടൊരു പ്രോബ്ലം എഞ്ചി കാണുണ്ടാണ് ഇതിൽ ഞങ്ങൾക്ക് കൊണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് വോയിസ് കേൾക്കൂടെ എല്ലാ ആളുമാറും അത് എങ്ങനത്തെ തപ്പ് വേനാക്കിട്ടിക്കാട്ട് ഉസ്താദ് അങ്ങ് ഇൽമു പഠിച്ചിടാറ് ചൊല്ലത്. അതാണ് പോയിന്റ്. അങ്ങ് മുഅല്ലിമായിട്ട് സൊറാക്കിക്കൊണ്ടുള്ളാറ്, അങ്ങ് ദർശ നടപ്പാട്ടിക്കൊണ്ടുള്ളാറ്, അങ്ങ് ദീനീ പ്രബോധനം ആക്കിക്കൊണ്ടുള്ളാറ്, അങ്ങനെ അല്ലറ ചില്ലറ തപ്പുങ്ങ പറമ്പു ಅದಕ್ಕೆ ಪರಿಹಾರ ಕಾಂಡಲ್ಲ ಅಂಟ ಅಡಿಯಾയിട്ടുള്ളൊരു മാർഗ്ഗമല്ല. അടി ചൊല്ലതൊരു മാർഗ്ഗമല്ലാണ്ട. അപ്പോൾ അടിച്ച സാത്തിക്ക് ഇപ്പം എന്തായിട്ട് ഉസ്താദിಗೆ ಒಂದು കുറവ് ಬಂತ. ഉസ്താദ് ചിലപ്പോൾ വീഡിയോ വൈറലായതുകൊണ്ട് ചെങ്കിയാവും, കുറേ നാൾ ചെങ്കിയാവും, കുറേ മൂത്ത് ഡ്യൂട്ടി കൊടുക്കല്ലേ, അയാൾക്ക് സൊറ കൊടുക്കല്ലേ. അതൊന്നും വിഷയമല്ല. ഇയാൾക്കാണ് വലിയ നഷ്ടം വന്നു. ദുനിയാവിൽ വേറെ നഷ്ടമേ, ഇയാൾക്ക് പ്രോബ്ലമാ, മക്കൾക്ക് പ്രോബ്ലമാ, ഫാമിലിക്ക് പ്രോബ്ലമാ, അതെല്ലാം വന്നോണ്ടിക്കറി. ഇന്ന് തർത്തീബായിട്ട് അയാൾ ഇങ്ങനെ എണ്ണിയോണ്ടിക്കട്ട് എൻ്റെ മോണ് ഉഷാറില്ലാണ്ടായിട്ട് എൻ്റെ കൈ പൊളിഞ്ഞു പോയിട്ട് അങ്ങനെയാണ് പറവ് പോകേണ്ടത്. അത് ഉസ്താദ് എത്ര പൊരുത്തം കൊടുത്തെങ്കും അതൊരു ഇത് മായാക്കുക സാധ്യമേ ഇല്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കാനായ വിഷയമാണ്. ഉസ്താദുമാർ അല്ലറ ചില്ലറ വിഷയാക്കണ്ട. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നല്ലൊരു പരിഹാരം ഇതിക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ಅಡಿಚು ತಪ್ಪು ಬಟ್ ಐತೆ ಅಡಿಚಿದ್ದು ಚೆಲ್ಲ ಅಡಿಕೆರೆ അവിടെ ജമാഅത്ത് കമ്മിറ്റി ഇല്ലേ, അവിടെ ആഡಳಿತ കമ്മിറ്റി ഇല്ലേ, അങ്ങോട്ട് ടൂർ കൊടുക്കുறோம் இல்லை இவனு போய் கேஸ் ஆக்குறோம். அது விட்டுட்டு ஒரு தின்னும்போது போயிட்டு அடிக்கிறதே ஒரு மனுஷன் இட்டிக்கிறோம். அவனோட ஜாயில் ஆயிட்டிக்கோன் ஆறு ಆರು ಬಂದ್ರಲ್ಲ അവിടെ ಅಡಿಚಿರಲ್ಲೇ ಇವ ಮನುಷ್ಯ ಮಾರ ಅಯ್ಯದ ವಸ್ತು ಅಯ್ಯ ತಿಂದುಂಟುಂಟು ತಿನ್ನುമ്പോൾ ಹೆಚ್ಚು ಅಡಿக்கிறವನು ಅಂದೈತಲ್ಲ. ಇದು ಜಮಾತ್ ಕಮಿಟಿ ನಂಗೆ ಅಡಿಪಾಟಿಯ ಬಲ ತಪ್ಪದು. ನಂಗೆ ಹೊಸ್ತಾದ್ರೆ ಜಮಾತ್ ಬಿಲಿಪಾಟಿಟ್ಟು ನಂಗೆ ಅಡಿಪಾಟ್ರೆ ജമാഅത്ത് കമ്മിറ്റിക്ക് കട്ട് വിളിച്ചിട്ടേക്ക് ഞാൻ ഇത് എടുക്കട്ട്. ഒരു വീഡിയോ വന്നത് നേരെ ഇത് കാണുമ്പോൾ വലിയ ബേജാറാണ്. ഒരു ഉസ്താദ് ഇങ്ങനെ വന്നിട്ട് പള്ളിക്ക് പൊക്കിയിട്ട് അടിക്കാനുണ്ടായെങ്കിൽ അങ്ങനെ അവർക്ക് ഒരു അഹംഭാവം ഉണ്ടല്ലേ, അത് അല്ല ഒരിക്കലും പൊരുത്തപ്പെടാത്ത കാര്യം. പിന്നെ ഇങ്ങനത്തെ മക്കളെ ഉമ്മ ബഗ്വിസ് വെച്ചിട്ട് പോയിട്ട്
ആർക്ക് പേനായിട്ട് അങ്ങ് ഉസ്താദിന് മേൽക്ക് തൊട്ടാറാ അതേ മോന് അതേ ഉമ്മക്കും അതേ അബ്ബക്ക് പിസ വെച്ചിട്ട് കൊണ്ട. ഇത് ഞങ്ങൾ ചരിത്രം നടന്നത്, സംഭവം നടന്നത്. ഇത് ഞങ്ങൾക്ക് അറിഞ്ഞ വിഷയമാണ്. ഇത് വെറുതെ ഒരു വായിസ് വിട്ടുള്ളതാണ്. നക്കത് അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ പെരുവായി മാനിലാച്ചോടെ ജാഗ്യന് അവിടെ ഒരു സംഭവം ഇങ്ങനെ ഉസ്താദിന് ഒരു ഉസ്താദിന് ചെറുക്കൊക്കെ അടിച്ചേക്ക് വേണ്ടായിട്ട് ആ ഉസ്താദ് അങ്ങ് പള്ളിയിൽ പുറത്ത് വന്നത് ഞങ്ങൾക്ക് ആ ജാഗ പള്ളി വേണ്ട ആൻഡ് അപ്പോൾ വിഷയം കൊണ്ടുണ്ട്. അവസാനമായിട്ട് ആ ചെക്ക വേറെ ബൊമ്പായി പോയിട്ട് ഒരു പെണ്ണെ ലവ് ആക്കിയ ലവായിട്ട് മങ്ങിലായ ഉമ്മ ആ ബേജാറിൽ ഉമ്മ മറിച്ചിട്ട് അബ്ബക്ക് ദിക്കില്ലാണ്ടായിട്ട് എന്തെല്ലാം ഒരു വകയായിട്ട് ജസ്റ്റ് കാലി കേട്ട് അടിച്ചിട്ടില്ല ഉസ്താദിന് പോയിട്ട് ജസ്റ്റ് പോയിട്ട് പറഞ്ഞിട്ട് വെച്ചിട്ട് പള്ളിയുടെ പുറത്ത് വന്നാங்க പള്ളി വേണ്ടാന്ന്. അപ്പം ഇത് എവിടേക്കും പോകണില്ല. ഇത് ബഡ്ഡി സമേത കിട്ടും. ಇದಕ್ಕೆ ಕಮಿಷನರ್ ಬೇನುಂಟಿಲ್ಲ, IG ಬೇನಿಲ್ಲ, DGP ಬೇನುಂಟಿಲ್ಲ. ഇൻഷാല്ല ഇതേ വാട്സപ്പിൽ വെച്ച് നമുക്ക് ഇൻഷാല്ല കാണാം. ഇൻഷാല്ല ആ ഫോട്ടോ കറക്റ്റാക്കിയിട്ട് എടുത്ത് വെക്കണം. അവിടെ ഉസ്താന്മാരെല്ലാം പറ പൂടിച്ചിട്ട് വെക്കണഞ്ഞു പോളി ചേഞ്ചാണ്. ഉസ്താന്മാർ ഫുള്ള് ചേഞ്ചാണോ എന്നുണ്ട. അനാവശ്യകമായിട്ട് തപ്പാക്കി പൊളി തിന്നി നിങ്ങൾ തപ്പാക്കിയിട്ടില്ല പൊളി തിന്നണ്ട. നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ ഉണ്ട് അവിടെ. എല്ലാ മൊയിലാമാരുള്ളവർ നേരെ അവിടെ മദ്രസൻ്റെ ഇത് പണി ബന്ധാക്കുന്ന നേരെ പോയിട്ട് കമ്മീഷണറിൽ കേസ് കൊടുക്കണം. പോയിട്ട് നിങ്ങൾക്ക് എന്താ നിയമമില്ല, നിങ്ങൾ കൊടുത്ത പൗരന്മാരല്ലേ. നമ്പർ തരിക അയാളെ, ഞാൻ കൊടുക്കുന്ന കേസ്, ഞാൻ റെഡിയുള്ള കേസ് കൊടുക്കാൻ. അയാളെ വിളിച്ചു, അയാൾ എന്തിൻ്റെ ആക്കേണ്ടത് അതാക്കിയിട്ട് കേസ് കൊടുക്കും. ഞാൻ ഇപ്പോൾ റെഡിയുള്ള അയാൾ നമ്പർ തരി. മജീദ് നിസാമി എൻ്റെ പേര്, ഇതെൻ്റെ നമ്പർ തരി. നമ്പർ അയാൾ ഇപ്പോൾ കൊണ്ടുപോയിട്ട് കേസ് അഡ്മിറ്റ് ആക്കിയിട്ട് കേസ് കൊടുക്കുന്നത്. അവന് നട്ടല് വേണം, മൊയില മാറാൻ മതിയാവില്ല. അതിൽ കോഴി തിന്നിട്ട് കിടന്ന് ഉറങ്ങി മതിയാവില്ല. അവിടെ കുറിച്ചില്ല ഞാൻ ഇപ്പോൾ താലക്ക് ഒരൊറ്റ അടി അടിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇത് ರಾಯಣ್ಣಗಳ ಇನ್ನಿತ ಮುಟ್ಟದ ರಾಯತ್ಲಾಯ ವಿಷಯ ಆಂಟಿ ಇಂಗೆಂತೆಲ್ಲ ವಿಷಯ ആവുമ്പോഴത്തുകൊണ്ടല്ലേ ആറിട്ടുണ്ടോ കൊത്തിര എത്ര ബെല്ല ഇൻഫ്ലുവൻസ് ഉണ്ടാവട്ടെ 6 ബെണ്ണങ്ങാവട്ടെ അങ്ങനത്തെ അങ്ക് ചാൻസേ കൊടുക്കൊത്തിര അങ്ക് പബ്ലിക് അടിച്ചത് കൊല്ലകൊള്ളു. ഇങ്ങനത്തെ ആലിമിಗಳ മേലും കൈയിട്ടിരങ്ങളെ പുള്ളക്കെത്തിര അത് 6 ബെണ്ണങ്ങാവട്ടെ എത്ര ബെല്ല 1 ബെണ്ണങ്ങാവട്ടെ പബ്ലിക്കായിട്ട് അടിച്ചത് കൊല്ലകൊള്ളു. അങ്ങനത്തെങ്ങളോ അവൻ്റെ കൈ എങ്ങനെ എന്താവും പുളുവാവല്ലേ പുളുവാവണ്ടിക്കല്ല. ഇൻഷാ അല്ലാ പുളുവാവുന്ന ചാൻസ് ലിക്കൂ. അസ്സലാമു അലൈക്കും. ഈ ഉസ്താദ് ಅಡಿச்சது ಮಕ್ಕಗೆ ಅಡಿச்சது ಅದು ಎಂದ್ರ ಏಜ್ ಆಗಿಗಂತೂ ಸಮ ಹೊಂತಿಲ್ಲ. ಬಟ್ ಅಡಿಕಿದ ಜಾಗಿಗ ಅಡಿಬೋಲೋಣೆ ಅದು ಬೇರೆ ವಿಷಯ. ಇನ್ನು ಉಸ್ತಾದ್ರದ್ದು ತಪ್ಪಾಯಿಟ್ಟು ಇನ್ನೆಂಗು. ಬಟ್ ಈಗನೇ ಬಂದಿಟ್ಟು ಏಕಾಏಕಿಟ್ಟು ಬಜರಂಗದಲ್ಲ ತನಕ್ಕೆ ചോറിനുമ്പ് വന്നിട്ട് ദാലിയാക്കിടല്ല. അവനക്ക് എത്ര ഈമാനുണ്ട് അടിച്ചവനക്ക്. അയാൾ ചോറുണ്ട് നാഷ്ടാക്കിയിട്ടുണ്ടോ അവിടെ വന്നിട്ട് അടിക്കരണ്ടായെങ്കിൽ ಇದಕ್ಕೆ ಜಮಾತ್ ಕಮಿಟಿ ಆ ಏಕ್ ಮೊಹಲ್ಲತ್ತದಾയിട്ട് അങ്ങ കഠിനമായിട്ട് ക്രമം എടുക്കണം. അതല്ലെങ്കിൽ ആ ഉസ്താദ് സീത പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കണം. ಎಂದು ഉസ്താദ്മാർ അത്ര സുമാറായി പോയിട്ടാ. ಇಡೀ ಸಮಾಜ ಇದ್ರ ಬಗ್ಗೆ ಕೇಳ್ಕೊಂಡು ಅವರು ಬಜರಂಗ ದಳತ ಅಡಿಚ ಬರ್ತಿ ಕೇಳಲ್ಲ ಇದ್ರ ಕೇಳ್ಕೊಂಡೆ ಸುರುಕು ಬಜರಂಗ ದಳತ അടിக்கிறവന് അടിക്കോ ഉള്ളവന് അത് വലിയ വിഷയമല്ല. ഓൺ അടിக்கிறവനല്ലേ ഒരു മുസ്ലിം ഒരു പള്ളികൾക്ക് വന്നിട്ട് ഒന്ന് അടിക്കരുന്നെങ്കിൽ ഒരു മക്ക പടി വിട്ട ഉസ്താദ് പുസ്തകം തപ്പടിക്കൂ. ആ ചെറിയ തപ്പ് അവൻ ശിക്ഷ കൊടുക്കും. അവൻ അല്ല കേട്ട കമ്മിറ്റി ഇല്ലേ, റൂൾസ് ഇല്ലേക്ക് എന്തോ സമുദായത്തിൽ ഞങ്ങളത്. അസ്സലാമു അലൈക്കും. ഒരു ഞങ്ങൾ സമുദായത്തിൻ്റെ അവസ്ഥ നോക്കില്ല. ഒരു ഇൽമ പരിപാടി ഒരു മുത്താലിമ ഒരു അടിക്കൽ നോക്കില്ല. കട്ടിട്ട് കൊന്നിട്ട് ഗാഞ്ചത്തിൽ കിട്ടി വന്ന് ജയിലിലേക്കിടാറ്. അങ്ങനെ സമയത്ത് തിന്നുമ്പോൾ അടിക്കുന്ന ഞങ്ങൾക്കൊന്നില്ല. എൻ്റെ ഈ ബെല്ല് എടുത്ത് കൊന്നില്ല. തിന്നുമ്പോൾ ആരും അടിക്കില്ല. എത്ര പേര് ആരോപിക്കും ഇയാൾ പാവ ആരജൻ്റെ ആയിക്കോടത്തി തിന്നുമ്പോൾ അടിച്ച് അടി നോക്കാം തലയ്ക്ക് അടി വന്നിട്ടുണ്ട്. ആ ഇതിൽ കമ്മിറ്റി എന്തൊക്കെ കേൾക്കുവാറ് കമ്മിറ്റി കേൾക്കുക ധൈര്യമില്ല, കപ്പാസിറ്റി ഇല്ല. എന്ത് കമ്മിറ്റി അവൻ്റെ സംബന്ധത്തവന് അവൻ്റെ ഫാമിലി അടിക്കില്ല. അവൻ കേൾക്കില്ല, കേട്ട് തിരിച്ചവൻ അടിക്കില്ല. ഒന്നാം അടിച്ചവൻ കാഞ്ചിതവൻ അടിക്കൂ. അത് പേടിയുണ്ട്. മൊയിലർ എത്ര പേനുണ്ടല്ലേ ദുനിയാവിൽ. മൊയിലർ എത്ര പേനുണ്ട്. മൊയിലർക്ക് എന്ത് കുറവില്ല. ഗാഞ്ച ബലിக்கிறവನು അടിக்கிறവನು കുറവില്ല. ഇപ്പം അതുകൊണ്ട് ദുനിയാവ് എല്ലാവരും പേടിക്കുന്നു. എവിടെ എത്തിയിട്ട് നോക്കാറില്ല. ಅಸ್ಲಾಂ ವಲೈಕುಂ ರಹಮತುಲ್ಲಾಹಿ ಬರಕಾತು. ಏ ರಾಯ ಅಂಟ್ಕೊಂತುಲ್ಲ ಬಟ್ ಕೀಲ್ ಅಡಿಬಾರ ಎಲ್ಲ ಉಂಡು ಆ വീഡിയോത്തെ കീഴിൽ. ആ വീഡിയോ ನಾನು ഇവിടെ ഇടോക്ക് ഇഷ്ടപ്പെട്ടില്ല. ചെന്നിട്ടെങ്കിൽ ആ വീഡിയോ ഇട്ടതല്ല. ചെന്നെങ്കിൽ ബയറെല്ല ആണെങ്കിലെ ഉറിഞ്ഞു പോവും, ബയറെല്ല കത്തി പോവും. ചോറ് കൊടുത്തിട്ട് അടിக்கிறേമ്മ ചൊല്ലി ഒരു പ്രശ്നം വരും. അതുകൊണ്ടിട്ടു ഇവിടെ ഉസ്താദിക്ക് ചോറിനുമ്പത്തേക്ക് അടിക്കുന്ന ഒരു വീഡിയോ ಬಂದ್ರು. അപ്പൊ അത് എത്ര ಬೇಗ ആ
ಜಮಾತ್ ಕಮಿಟಿ ಐಕ್ಯ ಬೇನ್ ಮೇಪಲ್ತೆ ಕ್ರಮ ಎಡ್ಪಾಟರು ಇನ್ಶಾಲ್ಲ ಅರ್ಥ ಆಯ್ತಾ. ವಿಡಿಯೋ ಸಾಮಾಜಿಕ ಜಾಲತಾಣത്തിൽ സാധാരണ ജില്ലാദ്യന്ത ഓടി ഉണ്ടുണ്ട്. അത് ഞങ്ങളെ കമ്മ്യൂണിറ്റിക്ക് ഒരു ഷേമായിട്ട് കിടത്. ഉസ്താദ് ചോറിന് തെച്ചപ്പ അടിക്കരുത്. ഇങ്ങനത്തത് ഇന്ന് ഇങ്ങനത്തെ ഘಟನೆ ആവുക തീരാത്ത പോലെ ആയാ ജമാഅത്ത് കമ്മിറ്റി ജവാബ്ദാരിക്ക് എടുത്തോളൂ. ചെന്നിട്ടെങ്കിൽ ഉസ്താദില് ചെറിയ ഉസ്താദില് ലോപ്പദോശ ഇക്കു ചൊല്ലൂല്ലേ, ಅದಕ್ಕೆ അടിയെ പരിഹാരമല്ല. അത് ജമാഅത്ത് കമ്മിറ്റി ഞങ്ങളുടെ പോയിട്ട് തെച്ചിട്ട് പളക്ക പറഞ്ഞിട്ട് അതിക്കൊരു പരിഹാര കണ്ടെത്തണു പുറത്തു. ഞങ്ങമേ ಅದಕ್ಕೆ ಬೇನ್ಮಾಯಪೋತೆ ಕ್ರಮ എടുക്കണ്ടെങ്കിൽ അങ്ങനെ മക്കൾക്ക് അങ്ങമേ പഠിപ്പാട്ടത് ഉത്തമമായിട്ട്. അപ്പൊ ചെറിയ മക്കളെല്ലാം ജോറിക്കിട്, ചില മക്കളെല്ലാം ചൊന്നമല കേൾക്കില്ല. അതിക്കെല്ലാം ഉസ്താദ് മാർത്തൽ ജോറാക്കിയിട്ടെല്ലാം ഇക്കുവാറ് അടിച്ചതും തപ്പായിട്ടിക്കും മയ്യാവും. ബട്ട് നിങ്ങ ആക്കരെ പോലത്തെ ഇതൊരു ದಾಂಧಲೆ ಉಂಟಲ್ಲೇ, ಇದು ಸಮಾಜ ಒಪ್ಪುದಲ್ಲ. ഉസ്താദ് ചോറിനൊമ്പത്തുക്ക് പോയിട്ട് അടിക്കലേ ചൊന്നെങ്കിൽ ആ ജമാത്തിൽ അവിടെ പള്ളി കമ്മിറ്റി അങ്ങല്ലേ, ആ ജമാത്തിലെ ആಡಳಿತ ಮಂಡಳಿ അങ്ങ് ദൂർ കൊടുക്കണം നിങ്ങൾ. ಅರ್ಥ ಆಯ್ತಾ. ಎಂದಿರ್ತೆ ಏದ್ಲು ನಂಗೆ ಶಾಲ್ ಹಾಕೋನು അങ്ങനെ ಶಾಲ್ ಹಾಕಡೆ പോലത്തെ ഒരു പ്രയത്ನ ಹಾಕೋರು ഇൻഷാല്ല. വീഡിയോ ഇടോgu ನಾನು ഇഷ്ടപ്പെട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മനുഷ്യരുണ്ടല്ലേ ഭാര വാങ്ങുക മാത്രം ഓണിಗೆ അടിച്ചത് തപ്പേ ഉസ്താദ് മക്കോ അടിക്കോ ഇല്ലാണ്ട് പിന്നെ ಕಾನೂನೇ ಉಂಟು. ಇಪ್ಪ ಸ್ಕೂಲ್ ಸಹ ಅಡಿಕೋ ಇಲ್ಲ ಅಂಗಲ ಮೇಲೆ ಕೇಸ್. ಸ್ಕೂಲ್ ಟೀಚರ್ಸ್ ಮಾರು ಸಹ ಮಕ್ಕಳು ಅಡಿಕೋ ಇಲ್ಲ, ಅದು ತಪ್ಪು. ಉಸ್ತಾದ್ ಅಡಿಚಿರುಂಟ ಹೆಂಗ ಇಲ್ಲ ತಪ್ಪು.